ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹൽദിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹൽദിക്ക് വേണ്ടി റെഡി ആയിക്കണം. ആദ്യം ഞാൻ തങ്കുവിന് വേറൊരു യെല്ലോ ഡ്രസ്സാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ അത് അത്ര സ്യൂട്ട് ആവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും വേറൊരു ഡ്രസ്സ് ഓൾറെഡി ഇത് വാങ്ങി വെച്ചിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണേ. ഞങ്ങളെല്ലാവരും എല്ലാം ഇട്ട് റെഡിയായി വരുമ്പോൾ ഇതായിട്ട് വരൻ വരുന്നു മെറൂൺ കളർ ഡ്രസ്സിൽ. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഒരു ചേഞ്ച് ആയിക്കോട്ടെ, ഇവർ മാത്രം ഡ്രസ്സ് മാറിയിട്ടിരിക്കുകയാണ്, കളർ ചേഞ്ച് ആയിട്ടാണ് ഇവരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈവനിങ് ഒരു 6 മണിയായി കാണും കേട്ടോ. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു 3 വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് എല്ലാം വണ്ടിയിലൊക്കെയായി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു അവിടെ നിന്ന്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്, എല്ലാം എടുത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്നാണ് നമ്മളവിടെ പുടവ കൊടുക്കുന്നൊരു ചടങ്ങും കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ എല്ലാം സാധനങ്ങളും എടുത്തോ ഒന്ന് ഉറപ്പ് വരുത്തിയതാണ്. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പോകുന്ന പോക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈവനിങ് ടൈം ആയ കാരണം അത്യാവശ്യം നല്ല ബ്ലോക്ക് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം അവിടെ എത്തുമ്പോൾ ഒരു 8 മണിയൊക്കെ ആയി കാണും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതാ ബ്രൈഡിൻ്റെ വീട് എത്തി കേട്ടോ. ബ്രൈഡിൻ്റെ വീടാണ് കാണുന്നത്. അപ്പോൾ അവരെല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വണ്ടിയിൽ നിന്ന് പുടവ കൊടുക്കാൻ വേണ്ടി താഴത്തിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നാളേക്ക് ഇടേണ്ട കല്യാണ സാരിയാണ് കേട്ടോ ഇത്. പിന്നെ അതിന് നമ്മൾ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ വെറ്റില, അടയ്ക്ക, കണ്ണാടി, പിന്നെ കുങ്കുമം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന്, പിന്നെ പൂവ്, ഉരുണ്ട പൂവ്, ഇതെല്ലാം തന്നെ നമ്മൾ വണ്ടിയിൽ ഇരുന്ന് തന്നെ അറേഞ്ച് ചെയ്തു. പിന്നെ അവൻ ഗിഫ്റ്റായിട്ട് അത് ഫോണും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വണ്ടിയിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കയറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. അപ്പം നമ്മളെല്ലാവരും കൂടി കയറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു ക്യാമറാമാൻ ഉണ്ട്. അവർ ഈ ടൈം നോക്കിയിട്ട് എന്തോ കുറച്ച് ബിസി ആയ കാരണം അവരെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. വന്നു പുള്ളി ഓടിക്കൊണ്ട് വന്നിട്ടുണ്ടേ. അപ്പം നമ്മളത് ഉള്ളിലോട്ട് കയറി ചടങ്ങുകൾ തുടങ്ങാൻ പോവുകയാണേ. അപ്പോൾ അങ്ങനെ പുടവ കൊടുക്കൽ ചടങ്ങ് തുടങ്ങാൻ പോവുകയാണേ. ഇതിൽ പ്രത്യേകിച്ച് ചടങ്ങ് പറഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിലിംഗ് അറിയില്ല. എങ്കിൽ കൂടിയും മൂത്ത പെങ്ങളാണ് കൊടുക്കുക എന്നുള്ളതുകൊണ്ട് എൻ്റെ വലിയ ചേച്ചിയാണ് കേട്ടോ താലം എടുത്തിരിക്കുന്നത്. വലിയ ചേച്ചി അത് വധുവിന് കൈമാറാണേ. അങ്ങനെ താലം കൈമാറി കഴിഞ്ഞു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറിൻ്റെ ഫോട്ടോയും അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് കുറച്ച് പരിപാടി. പിന്നെ ഒരു കേക്ക് കട്ടിങ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവരവിടെ സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു വണ്ടി കുറച്ച് നേരത്തെ വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങാൻ വേണ്ടി തയ്യാറായി. കുറച്ച് പേര് അവിടെ നിന്നിട്ട് അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പേര് അവിടെ നിന്നു. ഇത് പിന്നെ അനിയൻ്റെ ഫ്രണ്ട്സാണ്. ഇവരും അന്ന് തലേ ദിവസം ഹൽദിക്ക് എത്തിയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഹൽദി വിശേഷങ്ങൾ. താങ്ക്